ഗോശ്രീ ഒന്നാം പാലത്തിലെ ടാർ ഇളകി വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. സമീപകാലത്ത് താൽക്കാലികമായി ടാറിംഗ് പൂർത്തിയാക്കിയ ഭാഗത്താണ് വീണ്ടും കുഴികൾ രൂപപ്പെട്ടത്. കുഴി പേടിച്ച് വാഹനങ്ങൾ വേഗത കുറയ്ക്കുന്നത് മൂലം വലിയ ഗതാഗത കുരുക്കാണ് പ്രദേശത്തുണ്ടാകുന്നത്. വലിയ വാഹനത്തിരക്കുള്ള ഒരു വഴി കൂടിയാണിത്. കുഴി മൂലം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഗോശ്രീ ഒന്നാം പാലത്തിന്റെ പല ഭാഗങ്ങളിലും ടാറിംഗ് തകർന്ന നിലയിലായിരുന്നു. പിന്നീട് നാളുകൾക്ക് മുൻപാണ് പാലത്തിൽ താൽക്കാലികമായി ടാറിംഗ് നടത്തിയത്. ഇത് ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും കാരണമായി. എന്നാൽ സമീപകാലത്ത് പൂർത്തിയാക്കിയ ടാറിംഗാണ് ഇങ്ങനെ തകർന്നു കിടക്കുന്നത്. ഇതോടെ വീണ്ടും ഈ ഭാഗത്ത് പലപ്പോഴും ഗതാഗത കുരുക്കുണ്ടാക്കുന്നതിനും കാരണമായി. എറണാകുളം ഭാഗത്ത് നിന്ന് വരുമ്പോൾ പാലത്തിന്റെ ആദ്യ ഭാഗത്തായിട്ടാണ് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. പലപ്പോഴും ഗതാഗത കുരുക്കിൽപ്പെടാറുള്ളത് ഈ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളാണ്. കുഴിയടക്കലുകൾ താൽക്കാലിക പരിഹാരം മാത്രമാണെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെങ്കിൽ പാലം വൃത്തിയായി ടാർ ചെയ്യണമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. പ്രശ്നമാണെന്ന് ഈ കുഴി വലിയ പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇത് കാറി പോകുന്നവരെ ഇത് വലിയ ബാധിക്കില്ല. പക്ഷേ സാധാരണക്കാരുടെ വാഹനം എപ്പോഴും ടൂ വീലേഴ്സ് പോകുമ്പോൾ ഈ കുഴിയിൽ വെള്ളം കെട്ടിക്കിടന്നാൽ നമ്മൾ അറിയില്ല. എത്ര പേര് എൻ്റെ കൺമുമ്പിൽ വെച്ച് പലരും വീണ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എത്രയും വേഗം ഇതിനെ ബന്ധപ്പെട്ട അധികാരികളിൽ നടപടിയെടുക്കണം. ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ഒന്നുമല്ല നമ്മുടെ ഈ ഡെവലപ്മെന്റ്സ് നടക്കുന്നത്. അതിന്റെയൊക്കെ ഫലമാണിത്. ഒന്നാലോചിക്കുക, ഈ പാലം ഇത് ദ്വീപുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാകേണ്ട പാലമായിരുന്നു. ഇപ്പോൾ ഈ പാലത്തിലെ തിരക്ക്, ഈ കുഴികളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് തിരക്കുകൾ. ഒരു സമാന്തര പാലം ഇനി ഉണ്ടാക്കാൻ പറ്റുമോ? ഈ കിടക്കുന്ന ബിൽഡിങ്ങുകൾക്ക് ആയിട്ട് നമ്മുടെ സർക്കാർ ഇതെല്ലാം കൊടുക്കാതിരുന്നെങ്കിൽ ഇവിടെ ഗതാഗതവും ഇതെല്ലാം സുഗമമാക്കാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു. സമാന്തരമായ പാലങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, റോഡുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്നും നോക്കാതെ എന്തെങ്കിലും ഒരു പാലമോ എന്തെങ്കിലും ഒരു കാര്യമോ വന്നു കഴിഞ്ഞാൽ ഉടനെ സ്ഥലം കച്ചവടാക്കുക എന്നുള്ള ഈ നടപടികൾ ആദ്യം തന്നെ അവസാനിപ്പിക്കണം. എന്നിട്ട് ആളുകൾ കരം കൊടുക്കുന്നതാണ്. മര്യാദയ്ക്ക് റോഡ് ഉണ്ടാക്കി തരാൻ പറയും. കുഴികളിൽ മിക്കപ്പോഴും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. നടപടി വേഗത്തിൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇതോടൊപ്പം സമാന്തര പാലം നിർമ്മിക്കാനുള്ള ആവശ്യവും നാട്ടുകാർ പറയുന്നുണ്ട്. താൽക്കാലികമായി ചെയ്ത കോൺക്രീറ്റ് ആണ് ഇങ്ങനെ തകർന്നു കിടക്കുന്നത്. പലതവണയാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടതും. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു പോംവഴിയും കണ്ടെത്താത്തതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കൊച്ചിയിൽ നിന്നും സജിൽ ഗുരുവായൂരിനൊപ്പം ആൻമരിയ സനി, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.